ഈ ദിവസത്തെ സമഗ്രമായ വാർത്തകളുമായി ലൈവ് എറ്റ് 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. പാകിസ്ഥാൻ സുവർണ ക്ഷേത്രവും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടെന്ന് സ്ഥിരീകരിച്ചു കരസേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. A case in point being the Golden Temple located in Amritsar, which is internationally renowned and a place of faith for everybody. It saw a surfeit of drone and missile attacks, which were thwarted bravely by our Army AD gunners. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യ. വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ എന്ന് ആവർത്തിച്ച് വിദേശകാര്യ സെക്രട്ടറി. മാല മോഷ്ടിച്ചു എന്നാരോപിച്ച് ദളിത് യുവതിക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് ക്രൂര മാനസിക പീഡനം. 20 മണിക്കൂർ വെള്ളം പോലും കൊടുക്കാതെ ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അപമാനിച്ചുവെന്നും യുവതി. പേരൂർക്കട SIക്ക് സസ്പെൻഷൻ. അഴിമതി ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൻ പ്രതിസന്ധിയിൽ. ഇഡിയെ പൂട്ടാനുറച്ച് കേരള സർക്കാരും. അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൌണ്ടന്റിൽ നിന്ന് നിർണായക രേഖകൾ കിട്ടി. മലപ്പുറം കൂരിയാട് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ ഭിത്തി തകർന്നു വീണു. സർവീസ് റോഡിലൂടെ പോവുകയായിരുന്ന 2 കാറുകൾ മണ്ണിനടിയിലായി. തകർന്നത് നിർമ്മാണം അവസാന ഘട്ടത്തിലായ റോഡ്. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ ഗതാഗത തടസ്സം. സംസ്ഥാനത്ത് ഇടിമിന്നലോടെ മഴ തുടരും. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 23 വരെ മത്സ്യബന്ധനത്തിനും വിലക്ക്. കോഴിക്കോട് തീപിടുത്തത്തിൽ അനാസ്ഥ വെളിവാക്കി പ്രാഥമിക വിവരങ്ങൾ. കെട്ടിടത്തിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. തീപിടുത്തവും കട ഉടമയ്ക്ക് കുത്തേറ്റതും തമ്മിൽ ബന്ധമുണ്ടെന്ന് സൂചന. വ്യാപാര പങ്കാളികൾ തമ്മിലുള്ള തർക്കം പോലീസ് അന്വേഷിക്കുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. ചെയ്യാത്ത കുറ്റത്തിന് നേരിട്ട പോലീസ് പീഡനം തുറന്നു പറഞ്ഞ് ദളിത് യുവതി. നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. പരാതി പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ യുവതിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അപമാനിച്ചുവെന്നും ആരോപണമുണ്ട്. DGPക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് മാല കാണാതായതിന്റെ പേരിലായിരുന്നു പീഡനം. സംഭവത്തിൽ പേരൂർക്കട SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ പോലീസ് രാജാണ് നടക്കുന്നതെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. കഴിഞ്ഞ മാസം 23-ന് ജോലി കഴിഞ്ഞ് മടങ്ങും വഴി ബിന്ദുവിന് പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വന്നു. ജോലി ചെയ്ത വീട്ടിലെ ഉടമയുടെ മാല നഷ്ടപ്പെട്ടു. മാല മോഷ്ടിച്ചിട്ടില്ല എന്ന് ബിന്ദു പറഞ്ഞു. ഡ്യൂട്ടി ഉദ്യോഗസ്ഥരിൽ നിന്ന് പിന്നെ കേട്ടത് തെറിവിളി. ഈ പ്രസन्न എന്ന് പറയുന്ന പോലീസ് ഭയങ്കരമായിട്ട് പിന്നെ മാനസികമായിട്ടും പിന്നെ പിടിപ്പിച്ചത്. മാനസികം അത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനായി. ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറഞ്ഞു. അങ്ങറ്റം വരെ എന്നെ ചീത്ത പറഞ്ഞു. ഇങ്ങനത്തെ ചീത്ത ഞാൻ കേട്ടിട്ട് കൂടിയില്ല. ജോലിക്ക് പോയ ഭാര്യയ്ക്കൊപ്പം ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് വരുന്നത് കണ്ട് ഭർത്താവും പകച്ചു. യൂണിഫോം ധരിക്കാതെ പരാതിക്കാരിയുടെ തന്നെ വാഹനത്തിൽ മോഷണ മുതൽ തേടി പോലീസുകാർ എത്തിയതായിരുന്നു. പിന്നീട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷമുള്ള അനുഭവം പറയുമ്പോൾ ഇപ്പോഴും ബിന്ദുവിന് ഭയമാണ്. നിറത്തിന്റെ കാര്യം പറഞ്ഞ് അപമാനിച്ചു. ഭർത്താവിനെയോ ബന്ധുക്കളെയോ ഭക്ഷണം നൽകാൻ അനുവദിച്ചില്ല. ബന്ധുക്കളെ വിളിക്കാൻ പോലും അനുവദിക്കാതെ ഭക്ഷണമോ വെള്ളമോ നൽകാതെ ഒരു രാത്രി. ഇടയ്ക്ക് പോലീസുകാർ അടിക്കാൻ വന്നു. മക്കളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. മക്കളെയൊക്കെ കേസിൽ കൊടുക്കുമെന്ന് ഈ പ്രസन्न എന്ന് പറയുന്ന ഈ പോലീസ് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. വേറെ ഒരു പിന്നെ ഇവിടെ കൊണ്ടുവന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് അടിക്കാനൊക്കെ തന്നെ റൂമിൽ കൊണ്ടുപോയി പിന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്നു. അടിച്ചില്ല, അടിക്കാൻ കഴിയുമെങ്കിൽ. നിലവിൽ സർക്കാർ എടുത്തുള്ള നടപടിയിൽ തൃപ്തികരമാണ്. മറ്റുള്ള പോലീസുകാർക്കെതിരെ അതുപോലെ മറ്റുള്ള ഈ 3 പേരേ ഉള്ളൂ ഇത്രയും ക്രൂരത എന്നോട് കാണിച്ചിട്ടില്ല. വേറെ ആരും അങ്ങനെ ഒടുവിൽ നഷ്ടപ്പെട്ടു പോയ മാല തിരികെ കിട്ടി. ബിന്ദുവിനെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിടുമ്പോൾ ഒരു താക്കീത് കൂടി നൽകി. മേലിൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുതെന്ന്. 3-ാം തീയതി അനുഭവിച്ചതൊക്കെയും വിശദമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പട്ടികജാതി പട്ടികവർഗ വകുപ്പിനും പരാതി നൽകി. ദിവസം ഇത്ര കഴിഞ്ഞിട്ടും അതിലും നടപടിയുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ പി ശശിയിൽ നിന്ന് അവഗണന നേരിട്ടു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ നിലയിൽ പരാതികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന് കഴിയും. സംഭവം വിവാദമായതിനു പിന്നാലെ പേരൂർക്കട SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു.
കേരളത്തിൽ പോലീസ് രാജാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഐക്യ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ബിന്ദുവിന് കൊടുക്കുകയാണ്. നീതിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടന്നിട്ടുള്ള ഈ അന്യായം, ഈ അനീതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം ഉണ്ടായില്ല എന്നത് പ്രതിഷേധാർഹമാണ്. സർക്കാരിന്റെ 4ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. അതിക്രൂര പീഡനമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് ബിന്ദു ന്യൂസ് 18നോട് പ്രതികരിച്ചു. ബിന്ദുവിന്റെ വാക്കുകളിലേക്ക്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും മാനസികമായി ഒരുപാടധികം പീഡനങ്ങൾ നേരിടേണ്ടി വന്ന ബിന്ദുവാണ് നമ്മളൊപ്പം ചേരുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും? ശാരീരികമായിട്ടല്ല, മാനസികമായിട്ടുള്ള വളരെ മോശമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. വളരെ വേദനിപ്പിക്കുന്നതിന് അങ്ങ് അറ്റവരെന്നെ വേദനിപ്പിച്ചു. ഭക്ഷണം നൽകാതെയും അന്നത്തെ ദിവസമൊന്നും ആഹാരവും വെള്ളമോ ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഉറങ്ങാനും സമ്മതിച്ചില്ല. അടുത്ത ദിവസം രാവിലെയാണ് പിറ്റേന്ന് രാവിലെയാണ് എന്റെ ചേട്ടൻ വന്ന് എന്റെ ജാമ്യത്തിലൊന്നുമല്ല എന്നെ വിട്ടിരിക്കുന്നത്. പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിട്ടത്? പരാതിയില്ല, അവരെ സാധനം പോണെങ്കിൽ അങ്ങ് പോട്ടെ എന്നാണ് ഓമനാണ്ടൻ അവരെ പരാതി എഴുതി കൊടുത്തത്. മക്കളൊക്കെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. മക്കളൊക്കെ കേസിൽ കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസ് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. മറ്റുള്ള പോലീസുകാർ ഇതേപോലെ തന്നെയാണോ ബുദ്ധിമുട്ട്? എസ് ഐ അല്ലാതെ വേറെ ഒരു പിന്നെ ഇവിടെ കൊണ്ടുവന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് അടിക്കാനൊക്കെ തന്നെ റൂമിൽ കൊണ്ടുപോയി പിന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്നു. അടിച്ചില്ല, അടിക്കാൻ കഴിയുമെങ്കിൽ. നിലവിൽ സർക്കാർ എടുത്തുള്ള നടപടിയിൽ തൃപ്തികരമാണ്? തൃപ്തികരമാണ്. മറ്റുള്ള പോലീസുകാർക്കെതിരെ അതുപോലെ മറ്റുള്ള ഈ 3 പേരേ ഉള്ളൂ ഇത്രയും ക്രൂരത എന്നോട് കാണിച്ചിട്ടില്ല. വേറെ ആരും അങ്ങനെ മക്കളെ ഇതേപോലെ കേസിൽ ഉൾപ്പെടുത്തുന്നൊക്കെ? അത് ഈ മക്കളെ ഈ രാത്രി 9 തൊട്ട് രാവിലെ വരെ എന്നെ ഈ മാനസിക മാറ്റി പീഡിപ്പിച്ച ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അതിനുശേഷം എല്ലാവരും വരുന്നുണ്ട്, ഇങ്ങനെ മോഷണ കേസ് പ്രതിയാണെന്ന് പറയണമെങ്കിലും എല്ലാവരും നോക്കി ചിരിക്കുന്നു. അങ്ങനെയൊക്കെ അല്ലാതെ വാക്കുകൊണ്ട് എന്നെ നോവിച്ചത് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അത്തരത്തിലാണ് സമാനതകളില്ലാത്ത പീഡനമാണ് ബിന്ദു പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ടത്. ഇപ്പോൾ എസ് ഐക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. മറ്റുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ബിന്ദു അറിയിക്കുന്നത്. ക്യാമറാമാൻ അരുൺ ബാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. പോലീസിൽ നിന്ന് മാനസിക പീഡനത്തിനിരയായ വീട്ടുജോലിക്കാരുടെ മൊഴി വനിതാ അഭിഭാഷകയുടെ സാന്നിധ്യത്തിൽ എടുക്കണം. ഇതിനായി വനിതാ അഭിഭാഷകയെ ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി നിയമിക്കണം. ദളിത് യുവതിയെ പോലീസ് അപമാനിച്ചുവെന്നാരോപിച്ച് മഹിളാ കോൺഗ്രസ് പ്രതിഷേധിച്ചു. പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. നേരത്തെ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ച പ്രവർത്തകർ പോലീസുമായി നേരിയ തോതിൽ ഒരു ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു. തുടർന്ന് അവിടെ പ്രതിഷേധവുമായി കുത്തിയിരിക്കുകയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. മലപ്പുറം കൂരിയാട് നിർമ്മാണം നടക്കുന്ന ദേശീയപാത തകർന്നു വീണു. ഹൈവേയുടെ പാർശ്വഭിത്തിയാണ് ഇടിഞ്ഞത്. ആളപായമില്ല. വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. കൊളപ്പുറം കക്കാട് വഴി തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. യാത്രക്കാർ VK പടിയിൽ നിന്നും മമ്പുറം വഴി കക്കാട് കയറി പോകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CV അനുമോദ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. നമ്മൾ നിൽക്കുന്നത് ഹൈവേയുടെ കൂരിയാട് ഭാഗത്താണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം പുതിയ ഹൈവേയുടെ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് വീണ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത് ഏതാനും ദിവസത്തിനകം സർവീസിന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ഉള്ള ഹൈവേയുടെ ഭാഗമായിട്ടുള്ള സർവീസ് റോഡ് വാഹനം കുടുങ്ങി കിടക്കുന്നത് കാണാൻ കഴിയും. ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. റോഡ് ഒരു ഭാഗത്ത് പൂർണ്ണമായും ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നു. മുകളിൽ നിന്നും ഇടിവ്
വന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിൽ ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ വേണം കരുതാൻ. പക്ഷേ എങ്ങനെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്കിവിടെ കാണാൻ റോഡ് രണ്ടായിട്ട് ഇവിടെ വിണ്ട് കീറി ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് മണ്ണിട്ട് ഉയർത്തി ഹൈവേ ബൈപ്പാസ് ഹൈവേ മണ്ണിട്ട് ഉയർത്തിയതാണ് ഈ റോഡ്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തന്നെ എൻ്റെ അറിവിൽ ഇവിടെ ചൂണ്ടിക്കാഴ്ച തൽക്കാലം ഒരു സിമെന്റ് ഇട്ട് തൽക്കാലം പാച്ച് ആ ഉള്ളിൽ തൽക്കാലം അടച്ചതാണ്. നിർമ്മാണത്തിൽ അപാകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം എന്താ വെച്ചാൽ ഇതിലെന്താ പ്രശ്നം ഇതിൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ കാലവർഷത്തിലാണ് മഴയുള്ള സ്ഥലം. ഇവിടെ ഇതുപോലെ ഇങ്ങനെ വൃത്തിയിട്ട് മണ്ണിട്ട് നിരത്തിയാൽ നല്ലൊരു മഴ വന്നാൽ ഈ വെള്ളം എവിടേക്ക് പോകണം? ഈ മണ്ണിലുള്ള ഈ വെള്ളം നിന്നുണ്ടെങ്കിൽ നേരെ കീഴ്പോട്ട് വരും. ഇത് കഴിഞ്ഞ തവണ ഈ കക്കാടിൻ്റെയും കുരിയാടിൻ്റെ ഇടയിൽ ഇതുപോലെ സംഭവിച്ചാണ്. ഞങ്ങളുടെ വളരെ അശാസ്ത്രീയമായ രീതിയിൽ ഒരു മുന്നൊരുക്കം ഇല്ലാതെ ചെയ്തു പോകുന്ന വർക്കാണ് ഉയർത്തിയതിലെ പ്രശ്നം തന്നെയാണ്. മണ്ണിട്ട് ഉയർത്തിയ പ്രശ്നം. ഇത് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമില്ലേ? എത്ര ഉയരത്തിൽ ഇതുപോലെ കല്ല് വെച്ചിട്ടൊക്കെ അതിൽ മണ്ണിട്ടാൽ മഴ പെയ്താൽ എന്താ സ്ഥിതി? ഇത് ഇത്ര വെയിറ്റ് ചെന്നിട്ട് ഇത് അങ്ങോട്ട് നീതി ഐവനോട് പറയുമ്പോൾ അവർ പറയാം ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിലും വലിയ വർക്ക് നടത്തിയതാണ്. ജില്ലാ വികസന സമിതിയിൽ ഈ പ്രശ്നം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മാത്രമല്ല, അവരിപ്പോൾ ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെള്ളം എവിടെ പോകുന്നത്? ഈ വെള്ളം മുഴുവൻ നാട്ടുകാരുടെ വീടുകളിലേക്ക് കൂടുകയാണ്, പറമ്പ് കൂടുകയാണ്. അതിനുശേഷം ഹൈവേ തൊട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ തിരങ്ങാടി മണ്ഡലത്തിലെ 4 പഞ്ചായത്ത് പരാതി കൊടുത്തിട്ട് 21-ാം തീയതി കലക്ടർ ചർച്ച വെച്ചിരിക്കുകയാണ്. ചർച്ച വെച്ചാലും അവർ തീരുമാനം നടപ്പിലാക്കൂല. അതുകൊണ്ട് ഈ പോക്ക് പോവുകയാണെങ്കിൽ റോഡ് ജനങ്ങൾ ഉപരോധിക്കും. MLAയും ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളും പറഞ്ഞത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഇത് ഇത്രയും ഉയരത്തിൽ ഇത്രയും വലിയ തോതിൽ ഉയരത്തിൽ ഇവിടെ ഹൈവേ നിർമ്മിക്കുമ്പോൾ ആ ഹൈവേ ഈ ഭാരം മുഴുവൻ ഇവിടേക്ക് ഒന്നിച്ച് വരികയും അത് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാണെങ്കിൽ ഈ വഴി പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ദേശീയപാത 66-ലെ പുതിയ നിർമ്മാണം വലിയ തോതിൽ തന്നെ നാടിൻ്റെ അടയാളമാകുന്ന സാഹചര്യമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അങ്ങനെ അഭിമാനമാകുന്ന അടയാളമാകുന്ന ആ ദേശീയപാതയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇടിഞ്ഞു വീണിരിക്കുന്നത്. സർവീസ് റോഡ് പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നത്. ആളപായം സംഭവിച്ചില്ല എന്നത് മാത്രമാണ് ഇതിൽ ഭാഗ്യമായി എടുത്തു പറയാവുന്ന ഒരേ ഒരു കാര്യം. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ശരി, മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണെന്ന് ആവർത്തിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് വിക്രം മിശ്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വെടിനിർത്തലിൽ അമേരിക്കയുടെ ഇടപെടൽ ഇല്ലെന്നും മിശ്രി ആവർത്തിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കർക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളിക്കൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറി നിലപാട് ആവർത്തിച്ചത്. യോഗം ഇപ്പോഴും തുടരുകയാണ്. ക്രിക്കറ്റിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ. ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതായാണ് റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂരിൽ പാക് മിസൈലുകളും ഡ്രോണുകളും തകർക്കുന്ന ദൃശ്യങ്ങൾ ഇതിനിടെ കരസേന പുറത്തുവിട്ടു. അമൃത്സറിലെ സുവർണ ക്ഷേത്രവും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു എന്ന വിവരവും ഇതിനിടെ പുറത്തുവന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപേ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നീക്കം ശക്തമാക്കിയിരുന്നു. അതിർത്തി അടച്ചും വിസ റദ്ദാക്കിയും സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുമായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. ഇപ്പോൾ ക്രിക്കറ്റിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയാണ് ഇന്ത്യ. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പിലും വനിതാ എമർജിംഗ് ഏഷ്യാ കപ്പിൽ നിന്നും ഇന്ത്യ പിന്മാറും. പാക് ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി നിലവിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിനെ നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ അടുത്ത യോഗത്തിന് ശേഷമായിരിക്കും. ആതിഥേയരായ ഇന്ത്യ പിന്മാറിയാൽ ടൂർണമെന്റ് മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടിവരും. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കരസേന പുറത്തുവിട്ടു. ഷഹീൻ, ഫത്തേ തുടങ്ങിയ പാക് മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ഉപയോഗിച്ച് തകർക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. ഇന്ത്യയുടെ അപരാജിത മതിൽ ശത്രുവിന്റെ മിസൈൽ നിർവീര്യമാക്കിയെന്ന തലക്കെട്ടോടെയാണ് വെസ്റ്റേൺ കമാൻഡ് വീഡിയോ പങ്കുവച്ചത്. ഭീകരതാവളങ്ങൾ ആക്രമിച്ചതിന്റെ പ്രതികാരമായി പാകിസ്ഥാൻ സുവർണക്ഷേത്രം ലക്ഷ്യമിട്ടതായി കരസേന സ്ഥിരീകരിച്ചു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണത്തിന്റെ നീക്കം. എന്നാൽ ആകാശടക്കമുള്ള സംവിധാനങ്ങൾ പാക് നീക്കം പൊളിച്ചതായും സൈന്യം വെളിപ്പെടുത്തി. A case in point being the Golden Temple located in Amritsar, which is internationally renowned and a place of faith for everybody. It saw a surfeit of drone and missile attacks, which were thwarted bravely by our Army AD gunners. National Desk, News 18.
ഓപ്പറേഷൻ ബനിയാനുൻ മർസൂസിൽ ഷഹീൻ മിസൈൽ ഉപയോഗിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ. ഇന്ത്യൻ മാധ്യമങ്ങളുടേത് അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളാണെന്നും ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയ്ക്കുണ്ടായ തിരിച്ചടികൾ മറച്ചുവെക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നുവെന്നും പാകിസ്ഥാൻ വക്താക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രിയും ബിജെപി നേതാവുമായ വിജയ് ഷായ്ക്കെതിരെ അന്വേഷണം. പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി രൂപം നൽകി. 3 IPS ഉദ്യോഗസ്ഥരിൽ ഒരാൾ വനിതാ ഉദ്യോഗസ്ഥ ആയിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മാപ്പ് പറയാൻ തയ്യാറാണെന്ന വിജയ് ഷായുടെ വാദം കോടതി അംഗീകരിച്ചില്ല. പൊതുപ്രവർത്തകർ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് കോടതി വിമർശിച്ചു. തരൂർ വിവാദത്തിൽ കരുതലോടെ പ്രതികരിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖന വിവാദത്തിനു പിന്നാലെ പാർട്ടിയെ വെട്ടിലാക്കുന്ന നടപടികളാണ് തരൂരിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നതെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന കോൺഗ്രസിലെ തരൂർ വിരുദ്ധ ചേരി. അതേസമയം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തരൂരിന്റെ പ്രസ്താവനകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നിലപാട് അറിയിച്ചു. നയതന്ത്ര രംഗത്തെ മികവിന്റെ പേരിൽ 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ച ശശി തരൂരിനെ അതേ നയതന്ത്ര മികവ് പ്രയോജനപ്പെടുത്താനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ ദേശീയ നേതൃത്വം എന്തിനെ ബോധപൂർവ്വം അവഗണിച്ചു എന്നതാണ് കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. മോദി സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകളെ തുടർച്ചയായി പ്രശംസിക്കുന്ന ശശി തരൂരിനെ വിദേശ സന്ദർശനത്തിനുള്ള പ്രതിപക്ഷത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് സമാന പ്രതികരണങ്ങളിലൂടെ പാർട്ടി വീണ്ടും വെട്ടിലാകാതിരിക്കാനാണെന്നാണ് കോൺഗ്രസിലെ തരൂർ വിരുദ്ധരുടെ വിശദീകരണം. പാർട്ടി നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തക സമിതി അംഗം തന്നെ രംഗത്തെത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. അതേസമയം ഇന്ത്യ പാക് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പ്രസ്താവനകൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടെന്നും എന്നാൽ അതിനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കഴിയാതെ പോയെന്നുമാണ് തരൂർ അനുകൂലികളുടെ വാദം. 10 വർഷമായി കോൺഗ്രസ് ദേശീയ നേതൃത്വ നിരയിലെ ഒരു ചേരി ശശി തരൂരിനെതിരെ നടത്തുന്ന നീക്കങ്ങളുടെ തുടർച്ചയാണ് വിദേശ സന്ദർശനത്തിനുള്ള പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതിന് പിന്നിലെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. തരൂരിനോടുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ സമീപനം അവസരമാക്കി മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ നടത്തുന്ന ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം ഒടുവിൽ വില കൊടുക്കേണ്ടി വരുമെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. അതേസമയം തരൂർ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തി കൂടുതൽ വിവാദങ്ങൾക്ക് അവസരമുണ്ടാക്കരുതെന്ന നിലപാടിലാണ് KPCC നേതൃത്വം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബെയിലിൻ ദാസ് പുറത്തിറങ്ങി. 2 മാസത്തേക്ക് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് ജാമ്യം. അഭിഭാഷകയെ മർദ്ദിച്ചിട്ടില്ലെന്നും സത്യം ഒരു നാൾ പുറത്തുവരുമെന്നും ബെയിലിൻ ദാസ് പറഞ്ഞു. ശനിയാഴ്ച വാദം പൂർത്തിയായ ജാമ്യാപേക്ഷയിൽ ഇന്നു രാവിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12 വിധി പറഞ്ഞു. പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം ഭാഗികമായി അംഗീകരിക്കുന്നതാണ് ജാമ്യ ഉത്തരവിലെ വ്യവസ്ഥകൾ. കുറ്റപത്രം നൽകുന്നതുവരെയോ അല്ലെങ്കിൽ 2 മാസമോ പ്രതി വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നാണ് പ്രധാന ജാമ്യ വ്യവസ്ഥ. ഇതോടെ ബെയിലിൻ ദാസിന് കോടതിയിലോ വക്കീൽ ഓഫീസിലോ പോകാൻ കഴിയില്ല. പരാതിക്കാരിയെ ബന്ധപ്പെടാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ പാടില്ല. കുറ്റകൃത്യം ആവർത്തിക്കരുത്. ഇവയാണ് മറ്റു ജാമ്യ നിബന്ധനകൾ. നടപടികൾ പൂർത്തിയാക്കി ബെയിലിൻ ദാസ് വൈകിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനാ കേൾക്കുന്നത്? അതിന്റെ പുറകിൽ പ്രവർത്തിച്ചാരായാലും എല്ലാവരും പുറത്തു വരും, including all the dignitaries. I won't leave anyone. What doubt on that? I have never done that. I deny all those things. I don't know anything regarding that. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജൂനിയർ അഭിഭാഷക ഷാമിലിയെ ബെയിലിൻ ദാസ് ക്രൂരമായി മർദ്ദിച്ചത്. ഇരയായ യുവതിക്ക് പിന്തുണ നൽകുന്നതിന് പകരം മഞ്ചൂർ കോടതിയിലെ വലിയൊരു വിഭാഗം അഭിഭാഷകർ പ്രതിയെ പിന്തുണച്ചതിലും പ്രതിഷേധമുയർന്നിരുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന പൂർത്തിയായി. ഓരോ വകുപ്പുകളും ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറും. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്താൻ വൈകിയെന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കെട്ടിടത്തിന്റെ 1-2 നിലകളിൽ ഒരേ സമയം തീപിടുത്തമുണ്ടായതായി ഫയർഫോഴ്സ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. വിവരം ലഭിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. കെട്ടിടത്തിന്റെ വരാന്തിയും ഇടനാഴിയുമെല്ലാം മറച്ചുകെട്ടിയതുമൂലം തുണിത്തരങ്ങൾക്ക് തീപിടിച്ച ഉള്ളിലെ മുറികളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ വന്നതാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാകാൻ കാലതാമസം വരുത്തിയത്. കെട്ടിടത്തിനുള്ളിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞു.
ഇപ്പോൾ ഒന്ന് നോക്കിയിരുന്നു. ഇതിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒരറ്റത്തുമാണ് നമ്മൾ പ്രാഥമികമായിട്ട് തീ ഒറിജിനേറ്റ് ചെയ്തായിട്ട് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഫോറൻസിക്കും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും ഒക്കെ അത് സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ നമുക്കതൊരു അഫർമേഷനായിട്ട് പറയാൻ കഴിയും. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് എന്ന ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അറിയിച്ചു. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കും. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. ഇനിയൊരിക്കലും സമാന ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രിമാരായ AK ശശീന്ദ്രനും മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധന റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ട് കലക്ടർ നൽകേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് കൂടി വന്ന് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. സർവതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചക്കിടവരുത്തിയവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാനും മനഃപൂർവ്വമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയും എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. തീപിടുത്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട UDF രംഗത്തെത്തി. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അധികാരികൾ തന്നെ പറഞ്ഞിട്ടുള്ള അന്വേഷണം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ അധികാരികൾ പറയുന്ന അന്വേഷണത്തെക്കാൾ ഉപരിയായി ഒരു ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നാൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരും എന്നത് യാഥാർത്ഥ്യമാണ്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് മാത്രം കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതേ നിലയിൽ പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽസ്, കാലിക്കറ്റ് അപ്പാരൽസ് എന്ന സ്ഥാപനങ്ങളും കത്തി നശിച്ചു. കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച വിശദ പരിശോധനകൾക്ക് ശേഷം മാത്രമേ താഴത്തെ നിലയിലും കച്ചവടം അനുവദിക്കൂ. ഇതോടെ ഇവിടങ്ങളിൽ കച്ചവടം നടത്തിവന്ന ചെറുകിട വ്യാപാരികളും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട്ടെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലുണ്ടായ തീപിടുത്തവും കടയുടമയ്ക്ക് കുറച്ചുനാൾ മുൻപ് കുത്തേറ്റതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ഒരു മാസം മുൻപാണ് ഉടമ മുകുന്ദന് കുത്തേറ്റത്. വ്യാപാര പങ്കാളിയായിരുന്ന പ്രകാശ് എന്നയാൾ നിലവിൽ കേസിൽ റിമാൻഡിലാണ്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ മുകുന്ദനും നഗരത്തിലെ തന്നെ വ്യാപാരിയായ പ്രകാശനും തമ്മിൽ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപമുള്ള വസ്തുവിനെ ചൊല്ലി തർക്കം രൂക്ഷമാവുകയും ബുൾഡോസർ ഉപയോഗിച്ച് മുകുന്ദൻ ഈ വസ്തുവിലെ നിർമ്മിതികൾ പൊളിച്ചു നീക്കുകയും ചെയ്തു. മറുപടിയായി മുകുന്ദന്റെ ഒരു കെട്ടിടം പ്രകാശനും പൊളിച്ചു നീക്കി. പിന്നീട് ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുകുന്ദന് കുത്തേറ്റു. മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമക്കേസിൽ പ്രകാശ് റിമാൻഡിലാണ്. വ്യാപാര പങ്കാളികൾ തമ്മിലുള്ള തർക്കവും സംഘർഷവും തീപിടുത്തത്തിന് പിന്നിലുണ്ടോ എന്നതിന് തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. എന്നാൽ അടുത്തിടെ നടന്ന സംഭവമായതിനാൽ ഇക്കാര്യവും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാകും. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ മുകുന്ദൻ കടന്നുപോയിരുന്നത്. പരമാവധി പണം സമാഹരിച്ച് സ്കൂൾ സീസൺ ലക്ഷ്യമാക്കി സ്റ്റോക്ക് സംഭരിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടം ഗൂഢാലോചനയെന്ന് സമഗ്രമായ അന്വേഷണമാണ് അനിവാര്യമാകുന്നത്. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. മുല്ലപ്പെരിയാർ ഡാമിന് സമീപത്തെ മരം മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകി സുപ്രീംകോടതി. തമിഴ്നാടിന്റെ അപേക്ഷ ഉടൻ കേരളം കേന്ദ്രത്തിന് കൈമാറണം. 3 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. വള്ളക്കടവ് മുല്ലപ്പെരിയാർ റോഡ് കേരളം ഗതാഗത യോഗ്യമാക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചു. തമിഴ്നാട് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ കേരളം തന്നെ റോഡ് നിർമ്മിച്ച് നൽകണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിട്ടത്. ശശി തരൂരിനെതിരെ UDF കൺവീനർ അടൂർ പ്രകാശ് താനായാലും തരൂരായാലും കോൺഗ്രസ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കണം. അദ്ദേഹം പറയുന്നത് പലതും കേൾക്കുമ്പോൾ സംശയങ്ങൾ വരുന്നുണ്ട്. പാർട്ടിയുടെ നിയന്ത്രണത്തിലാകാൻ തരൂർ തയ്യാറാകണം. വലയത്തിന് പുറത്തു പോകരുത്. സ്ഥാനമാനം ലഭിക്കുമ്പോൾ സ്വന്തം പാർട്ടിയെ കൂടി ശ്രദ്ധിക്കണമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ബഹുമാനായ ശ്രീ ശശി തരൂർ, അദ്ദേഹം പാർലമെന്റ് അംഗമായത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം അംഗമായി വന്നപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ടുള്ളത് നമ്മുടെ ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ആളുകളാണ്.
എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വോട്ടർമാരെന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള ആളുകൾ കൊടുത്ത സഹായങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്നത്. അപ്പോൾ ആ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇ ഡിയെ പൂട്ടുമെന്ന കൃത്യമായ സന്ദേശം നൽകി CPM. തുറന്നു കാട്ടപ്പെടുന്നത് ഇ ഡിയുടെ അഴിമതി മുഖമാണെന്ന് ദേശാഭിമാനിയിൽ ഇന്ന് മുഖപ്രസംഗം. സർക്കാരിനെ സംബന്ധിച്ച് BJP അടിക്കാൻ വീണ് കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ഇ ഡി പടുകുഴിയിൽ വീണ ഈ അഴിമതി ആരോപണം. രാഷ്ട്രീയ ആവശ്യത്തിന് ഇ ഡി ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശരിയെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ഉദ്യോഗസ്ഥർ അഴിമതി ആരോപണം നേരിടുമ്പോൾ പ്രതിരോധിക്കാൻ പോലും ആകാതെ വൻ പ്രതിസന്ധിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CPM നേതാക്കളോ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതികളോ അഴിമതി ആരോപണം നേരിട്ടാൽ തുരുതുരെ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ പലതരം. കുറ്റക്കാരാണെന്നോ അല്ലെന്നോ വ്യക്തമാക്കാതെ പുകമറയിൽ നിർത്തി കാലങ്ങളോളം കേസ് നീട്ടിക്കൊണ്ടുപോകും. BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉയർത്തുന്ന ആക്ഷേപം അന്വേഷണങ്ങളെല്ലാം രാഷ്ട്രീയ വേട്ടയാടലുകളെന്നാണ്. ഇ ഡി ഇപ്പോൾ ചെന്നു വീണ അഴിമതി ആരോപണത്തിന്റെ പടുകുഴി ദേശാഭിമാനിയിൽ മുഖപ്രസംഗമാകുമ്പോൾ അതിന് രാഷ്ട്രീയ മാനം ഏറെയാണ്. തെളിവില്ലാതെ കെട്ടിച്ചമയ്ക്കുന്നതാണ് ഇ ഡി കേസുകൾ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ഇ ഡി കേസുകളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു. BJPക്കാർക്കും ഇടനിലക്കാർക്കും പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെന്ന ആരോപണം ഇപ്പോൾ ശരിയാണെന്ന് വ്യക്തമാകുന്നു. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ടയ്ക്കും BJPയും ചില ഉദ്യോഗസ്ഥരും സാമ്പത്തിക കൊള്ളയ്ക്കും ഇ ഡിയെ ആയുധമാക്കുന്നതിന്റെ അഴിമതി മുഖമാണ് വ്യക്തമാകുന്നത്. 5% താഴെയാണ് ഇ ഡി കേസുകളിലെ ശിക്ഷാനിരക്ക്. BJP നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ ഇ ഡി നിലപാട് വ്യത്യസ്തമാണ്. കൊടകര കുഴൽപ്പണക്കേസിൽ പോലീസ് റിപ്പോർട്ട് 4 വർഷത്തോളം മുക്കിയ ശേഷം രാഷ്ട്രീയ നേതാക്കളുടെ പേരൊഴിവാക്കി പേരിന് കുറ്റപത്രം സമർപ്പിച്ചു. രാഷ്ട്രീയ മേലാളന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇ ഡി ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതിയും ക്രമക്കേടുകളും സത്യസന്ധമായ അന്വേഷണത്തിലൂടെ പുറത്തു വരണമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. നിയമത്തിന്റെ ഏതെങ്കിലും പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കൊച്ചി യൂണിറ്റ് ചെന്നുപെട്ടിരിക്കുന്നത്. വിജിലൻസ് വലമുറുക്കി അഴിമതി കണ്ടെത്തിയാൽ ഒരു കേസായി മാത്രം ഇപ്പോഴത്തെ സംഭവം അവശേഷിക്കില്ല. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJPയെ അടിക്കാനുള്ള സർക്കാരിന്റെ പ്രധാന പ്രചരണ ആയുധമായി മാറുകയും ചെയ്യും. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. മലപ്പുറം കരുവാരക്കുണ്ട് മഞ്ഞൾപ്പാറയിൽ കണ്ടത് ആളെക്കൊല്ലി കടുവയുടെ കാൽപ്പാടെന്ന വനംവകുപ്പ്. ഇതോടെ ആശങ്കയിലാണ് ഈ മേഖല. പ്രദേശത്ത് ഇപ്പോൾ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഗഫൂർ കൊല്ലപ്പെട്ട മലയോരത്തിന്റെ മറുവശമാണ് ഇപ്പോൾ കടുവയുടെ കാൽപാദം കണ്ടെത്തിയ പ്രദേശം. കാളികാവ് ആളെക്കൊല്ലി കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. വനംവകുപ്പ് ക്യാമറകൾ വെച്ച മലയുടെ മറുവശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഇതേ കടുവയുടെ കാൽപ്പാടുകൾ തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ പ്രദേശത്താണ്. മഞ്ഞൾപ്പാറ എന്ന മേഖലയാണിത്. ഇവിടെ അല്പസമയം മുൻപ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തിന്റെ ഭൂഘടന ഒരു യു ഷേപ്പിലാണ് ഈ ഒരു മലനിരകൾ അല്ലെങ്കിൽ ഈ കുന്നും പ്രദേശം കിടക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് ഗഫൂറിനെ കടുവ കൊന്നത് ഇതേ വഴിയുടെ മറുവശത്തുള്ള മലയുടെ ഭാഗത്താണ്. ഇവിടെയുള്ള അയൽവാസികൾക്ക് കൂടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. 500 കുടുംബങ്ങൾ ഇതുകൊണ്ട് വളരെ പരിതാപകരത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. കഷ്ടപ്പാടും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ടാപ്പിങ്ങിൽ പണിയെടുക്കുന്നില്ല. ഒരു തള്ളിയും കുഞ്ഞും കടുവ 4 ദിവസം മുന്നേ ഇവിടെ സിറ്റിയിൽ വന്നിട്ട് തള്ള കടന്നുറങ്ങാണ്. കുട്ടി അതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ പണിക്കാരും മണ്ടി, ടാപ്പിങ്ങേരും മണ്ടി. ഇപ്പൊ 4 ദിവസത്തിൽ ടാപ്പിങ്ങേര് തോട്ടത്തിൽ പണിയെടുക്കണില്ല. ഇവിടെ ഒരു വർഷത്തോളായിട്ട് കടുവന്റെ സാന്നിധ്യം നിത്യമാണ്. പലവട്ടം ഓല അറിയിച്ചിട്ടും ഒരു വന്നു പോകാന്നല്ലാതെ ഒരു ആഭാസമായിക്ക് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രൂപത്തിൽ വന്നു പോകാന്നല്ലാതെ അതിന്റെ മുൻകരുതായിട്ട് എടുക്കലോ ജനങ്ങളെ ബോധപ്പെടുത്താനോ ഒരു തയ്യാറാണല്ല. ഈ ഒരു മേഖലയിലൂടെയാണ് കടുവ ഇത് കടന്നു പോയിട്ടുള്ളതെന്ന് സ്ഥിരീകരിക്കാൻ ഈ ഒരു പഗ് മാർക്കുകൾ അത് ധാരാളമാണ്. അത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. കടുവയുടെ കാൽപാദം, ഇത് കടുവയുടെ കാൽപാദം തന്നെയാണ്. അതായത് ഗഫൂറിനെ കൊന്ന അതേ കടുവയുടെ കാൽപാദമാണെന്ന് വനംവകുപ്പ് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം കടുവ കടന്നു പോയിട്ടുള്ളത് ഈ മലയുടെ മുകൾ ഭാഗത്തേക്കാണ്. നമുക്ക് ആ പ്രദേശം കൂടി കാണാൻ കഴിയും. ഇവിടെ നേരെ വന്ന് ഇതിലൂടെ വന്ന് ഇതുവഴിയാണ് കടുവ മുകളിലേക്ക് കയറിപ്പോയത് എന്ന് സ്ഥിരീകരിക്കാൻ ഇവിടെയും അതിന്റെ കാൽപാദം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും. അപ്പൊ അങ്ങനെ ഈ ഒരു കടുവയുടെ സഞ്ചാരപഥം അത് ഇപ്രകാരമാണ്. നേരത്തെ വനംവകുപ്പ് ഈ ഒരു പ്രദേശത്തേക്ക് നിരീക്ഷണം വ്യാപിപ്പിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ കാൽപാദം കൂടി
ഇവിടെ സ്ഥിരീകരിച്ചതോടെ കടുവ ഈ മേഖലകളിലൂടെ കടന്നു പോകുന്നു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇവിടെയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും കടുവ അത് ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചെങ്കിലും അതിന് സഞ്ചാരപഥം ഇതുവരെ വ്യക്തമായിരുന്നില്ല. ഇപ്പോൾ അതുകൂടി കൃത്യമായ സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് കൂടി അതിനുവേണ്ടിയുള്ള തെരച്ചിൽ വനം വകുപ്പ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി സകലമാന കേരളം കാണാം. ഭവ്യ പാർവതി ചേരും.